നമസ്കാരം. അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറിത്തെറിക്കുകയാണ് ലോകത്തിന്റെ പല കോണുകളിലും. യൂറോപ്പിൽ കാട്ടുതീ പടർന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിലുമുണ്ട് തീയും വെടിവെപ്പും ഒക്കെ. അവിടെയും നിരവധി ആളുകൾ ജീവനറ്റ് വീഴുന്നു. എവിടെയും പൊട്ടിക്കരച്ചിലുകൾ മാത്രമാണ്. ക്രൂരമായ വിനോദം പോലെയാണ് പല ആളുകൾക്കും ഇന്ന് യുദ്ധം. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വരുന്ന വാർത്തകളൊന്നും തന്നെ സന്തോഷിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനിടയിൽ ചില വാർത്തകൾ നമ്മെ എവിടെയൊക്കെയോ സ്പർശിച്ച് കടന്നുപോയിട്ടുണ്ട്. ആ വാർത്തകൾ ഏതാണ് എന്ന് നോക്കുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ജോയ്സിലേക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ജോയ്സിന് ഹൃദയത്തിൽ തട്ടിയ ചങ്കിൽ തട്ടിയ വാർത്ത ഏതായിരുന്നു? റോജി, ശരിക്കും യൂറോപ്പിന്റെ അവസ്ഥ അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച മാത്രമല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു സമാധാനത്തിലേക്ക് പോകുന്ന സമയത്താണ് യൂറോപ്പിലും മൊത്തം ചൂട്, ഒരു സൗരക്കാറ്റ് ആഞ്ഞടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും 2000-ന് മേലെ മരണവും ഒക്കെ സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കാട്ടുതീയും കൂടെ അവിടെ പടരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂറോപ്പിന്റെ ഒരു അവസ്ഥ ഈ ഒരു വാർത്തയിൽ കൂടുതൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു ജീവിതം തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സാഹചര്യം മാറിയിരിക്കുകയാണ്. അതായത് യൂറോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് തണുപ്പുള്ള രാജ്യങ്ങൾ, മഞ്ഞ് വീഴുന്ന രാജ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവിടെ AC എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇത്രയും വർഷങ്ങളായിട്ട്, ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന ഒരു കാലാവസ്ഥ ചേഞ്ചിനെ എത്രത്തോളം സ്വീകരിക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായിരുന്നു എന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ചൂടാണ്. അവർ അതിനായിട്ടുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കാലാവസ്ഥയാണ് യൂറോപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളത് ഹീറ്റർ സിസ്റ്റമാണ്. എല്ലാ വീടുകളിലും ഹീറ്ററുകൾ നിർബന്ധമാണ് ഈ യൂറോപ്പ് രാജ്യങ്ങളിലെ എല്ലാ വീടുകളിലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പിടിച്ചു നിൽക്കാൻ ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് സ്കൂളുകളായാലും കോളേജുകളായാലും ജോലി സ്ഥലങ്ങളിലായാലും ശരി, പണ്ട് നമ്മൾ കൊറോണ സമയത്തൊക്കെ കണ്ടതുപോലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ വർക്ക് ഫ്രം ഹോം പോലുള്ള പരിപാടികളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ലേക്കുകളും തടാകങ്ങളും ഒക്കെ ഇവര് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് പബ്ലിക് ആയിട്ടുള്ള പല സ്പേസുകളിലും ഈ ചൂടിനെ മറികടക്കാനുള്ള തരത്തിലേക്ക് ഇവരൊരു സാഹചര്യം തേടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത്. ഫ്രാൻസിൽ മാത്രം 1300-ന് മേലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മനുഷ്യന്റെ മരണവെപ്രാളത്തിൽ ചെന്നെത്തുന്നത് ഒരു മരണക്കയത്തിലേക്ക് തന്നെ മരിച്ചവര് സത്യമായിട്ടും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. കാരണം നമ്മൾ ഈ എല്ലാ കാലാവസ്ഥയുമായിട്ട് നമ്മൾ ജീവിച്ച് നമുക്ക് അതിന് പരിചയമുള്ളവരാണ്. ചൂടായാലും ചെറിയൊരു തണുപ്പായാലും മഴയായാലും നമുക്കത് ശീലമുള്ളവരാണ്. പക്ഷെ യൂറോപ്യൻസിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണുപ്പാണ്. അപ്പൊ ചെറിയ ചൂടാണെങ്കിൽ പോലും അവർക്കത് താങ്ങാൻ പറ്റില്ല. അവരുടെ ബോഡിക്ക് അത് താങ്ങാനുള്ള ശേഷി ഇല്ലാതെ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഈ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ സഹായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ എത്തും എന്നത് വലിയൊരു സംശയമായി നിലനിൽക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പകുതിയും മനുഷ്യൻ വരുത്തി വെക്കുന്നതാണ്. പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് പ്രകൃതി തിരിച്ചടി നൽകുന്നതായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം അത് ലോകം മുഴുവനും, അതിപ്പം യൂറോപ്പിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത അത് നിർത്താതെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇതുപോലുള്ള തിരിച്ചടികൾക്ക് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നമ്മളിവിടെ. തീർച്ചയായിട്ടും ഇത് നിരവധി ആളുകളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയ ഒരു സംഭവമായി മാറുകയാണ്. അതിനിടയിൽ ഈ കാട്ടുതീയും കൂടി എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് യൂറോപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രം യൂറോപ്പിൻ്റെ എല്ലാ രാജ്യങ്ങളും തന്നെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ കൂടി മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം നേരത്തെ ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കഴിഞ്ഞ ദിവസം സിസ്റ്റർ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കാനഡയിലുള്ളത്. സിസ്റ്റർ പറഞ്ഞത് പല റൂമുകളിലും അവർ വീടുകളിലും ഫാന് പോലും ഇല്ല എന്നുള്ളതാണ്. ഫാനില്ല അവിടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇനിയും വരാൻ പോകുന്ന സമയത്ത് അവർ ഇതിനു വേണ്ടി കൂടെ മുൻകരുതൽ നടത്തണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു അഡീഷൻ കൂടിയാണെങ്കിൽ അവിടെ ഇപ്പോൾ വലിയ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലല്ല അവിടെ പല റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ മെട്രോ സ്റ്റേഷനുകൾ ഇതൊന്നും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂട് വന്നപ്പോഴേക്കും അതെല്ലാം ഉരുകി തുടങ്ങിയാണ്. അതുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെ, അടിസ്ഥാന സൗകര്യങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ യൂറോപ്പ് ആകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മരിയിലേക്കാണ്. എന്താണ് മരിയയ്ക്ക് കഴിഞ്ഞ ആഴ്ച സ്പർശിച്ച വാർത്ത? നമ്മുടെ സമൂഹം സുരക്ഷിതമാണെന്ന് പറയണമെങ്കിൽ അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും സുരക്ഷിതമാണെങ്കിൽ മാത്രമാണ്
നമ്മുടെ സമൂഹം പൂർണ്ണമായും സുരക്ഷിതമെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ലെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പൊ അവസാനമായിട്ട് ബാംഗ്ലൂർ ഡേ കെയറിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നായിരുന്നു. 1ഉം 2ഉം വയസ്സുള്ള കുട്ടികളെ കരഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ ആയമാര് ക്ലോസറ്റിന്റെ മേലെ കയറ്റി നിർത്തി വായിൽ വെള്ളം സ്പ്രേ ചെയ്തും അതുപോലെ തന്നെ വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ ഇരുത്തുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തീർച്ചയായും ഇതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം സുരക്ഷിതമെന്ന് കരുതി നമ്മളാക്കുന്ന സ്ഥാപനങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ക്രൂരത പുറത്തു വരുന്നത്. നാളുകൾ കഴിയുന്തോറും നമ്മുടെ നാട്ടിലെ ഡേ കെയറുകളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം ഇപ്പോൾ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ അവിടെ സുരക്ഷിതമല്ലെന്ന് കരുതിയിട്ടാണ് കുഞ്ഞുങ്ങളെ ഡേ കെയറിലാക്കി പോകുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഡേ കെയറിലാക്കി പോകുന്ന മാതാപിതാക്കൾ തീർച്ചയായും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡേ കെയർ തുടങ്ങുന്നതിന് കൃത്യമായ നിയമവ്യവസ്ഥകൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ആർക്ക് എവിടെയും എപ്പോഴും വേണമെങ്കിലും ഒരു ബിസിനസ് മൈൻഡോട് കൂടി നമുക്കിപ്പോൾ ഡേ കെയർ തുടങ്ങാൻ പറ്റും. കറക്റ്റായ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പരിധി വരെ നമുക്ക് നിർത്താൻ സാധിക്കും. അതായത് ഡേ കെയർ തുടങ്ങി കറക്റ്റായ ലൈസൻസ് സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അവിടെ ആയമാരായി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് തടയാൻ സാധിക്കും. അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തോ അതിന്റെ കറക്റ്റായ അധികൃതരുടെ ഭാഗത്തു നിന്നോ കറക്റ്റായ നിരീക്ഷണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ആദ്യം തന്നെ വരുന്നത് അവരെ കരച്ചില്, വാശിപ്പിടുത്തം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും ഒരു ക്രൂരത തന്നെയാണ്. കുഞ്ഞിലെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എപ്പോഴും പറയലുണ്ട്, ചെറുതിലെ നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാണ്. കാരണം ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. അതിന്റെ ദൈവത്തിന്റെ മാലാകമാരെന്നാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയാറ്. ഇങ്ങനെ കുഞ്ഞുങ്ങളോട് ക്രൂരതയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ വി മധുസൂദൻ നായരുടെ ഒരു കവിതയിൽ ഒരു വരിയുണ്ട്, ഓരോ ശിശുരോധനങ്ങളിലും കേൾപ്പൂ ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്നാണ്. ചെറുത്ത് തോൽപ്പിക്കാനോ പറഞ്ഞ് വിജയിക്കാനോ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം കാണിക്കുന്നവർക്ക് മനസാക്ഷി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്നാണെന്നറിയാമോ, അത് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങിച്ചു എന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അപ്പനും അമ്മയും ഒരുപാട് ജോലി ചെയ്ത് തൻ്റെ മക്കളെ ഇവർ പകൽ നോക്കിക്കോളൂല്ലോ എന്ന് വിചാരിച്ച് പണവും കൊടുത്തിട്ട് അവരെ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. അപ്പോൾ ഈ പിള്ളേർക്ക് കേൾക്കുന്ന ക്രൂര പീഡനമാണ് എന്നുള്ളത് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരു ചങ്കുള്ളവർക്കൊക്കെ ചങ്കൊന്ന് പൊട്ടിപ്പോകുന്ന തന്നെ എൻ്റെ അഭിപ്രായം. റോജി, നമ്മൾ ഈ വിഷയം എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആരായാലും മാതാപിതാക്കളായാലും ശരി, നമ്മൾ കോമൺ ആയിട്ടുള്ള ആരായാലും ശരി, ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പൈസ കൊടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സംഭവത്തിനെ വേറൊരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ആത്മാർത്ഥത അവർക്കുണ്ടാവത്തില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അവർക്ക് ആ ഒരു കാശ്, അതെ, ഒരു ബിസിനസ് മൈൻഡേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കുട്ടികളാണ് അടുത്ത തലമുറ. അപ്പോൾ അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ സമയത്താണ് അവര് ഇത്തരം ഈ ഒരു പ്രായത്തിലൂടെയും ഇതുപോലുള്ള ഒരു പീഡനത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അത് അവരുടെ വരും കാലങ്ങളിൽ അവരുടെ ആ ഒരു ജനറേഷനെ തന്നെ വലിയ ഗുരുതരമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ട മുൻകരുതലുകൾ കർശനമായി തന്നെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് എന്നാൽ ഡേ കെയറുകൾ അതുപോലെ ഇതുപോലുള്ള ചിൽഡ്രൻ സ്കൂളുകളൊക്കെ പൂർണ്ണമായിട്ട് നിർത്താം എന്ന് വെക്കാനും സാധിക്കത്തില്ല. കാരണം പണ്ട് കാലത്ത് നമുക്കറിയാം, അമ്മമാര് വീട്ടിൽ കുട്ടികളെ നോക്കാൻ സ്വന്തം അമ്മമാരോ അല്ലെങ്കിൽ കാരണന്മാരോ, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അണുകുടുംബങ്ങളിൽ അമ്മമാരും അപ്പനും എല്ലാം ജോലിക്ക് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ നോക്കാനുള്ള ഒരു സമയത്തിന്റെ ഒരു പരിമിതി വരാറുണ്ട്, ശരിയാണ്. പക്ഷെ ജീവിക്കാൻ രണ്ടുപേർക്കും ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവിടെയും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള മോണിറ്ററിങ് ഇതുപോലുള്ള സംവിധാനങ്ങളിൽ വരണം. അതിന് ഗവൺമെന്റ് ഇപ്പോൾ മരിയ പറഞ്ഞതുപോലെ വ്യക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ലൈസൻസിങ് സംവിധാനമോ അവർക്ക് വേണ്ട ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെ പരിപാലിക്കണം എന്ന് വ്യക്തമായി ട്രെയിനിങ്ങും കൊടുത്തോ എക്സാം ഒക്കെ നടത്തി അതിൽ പാസ്സാവുന്നവരെ മാത്രം ഈ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതായത് കൃത്യമായ മോണിറ്ററിങ് അത് സർക്കാർ സംവിധാനത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഡേ കെയറുകൾ കൊണ്ടൊക്കെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇനിയും കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടും. അവരുടെ നിലവിളികൾ ഡേ കെയറിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മുഴങ്ങി കേട്ടുകൊണ്ടും ഇരിക്കും. വല്ലാത്ത ഒരു വിലാപ കീർത്തനം പോലെ തന്നെയാണ് ഈ വാർത്ത കേട്ടത്. അതെ, ശരിയാണ്. നമ്മൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ആദ്യം തോന്നിയത് ഇതൊരു ഒരു സ്ഥലത്ത് മാത്രം നടന്നൊന്നല്ല. കുറെ ആയി ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു. പല കുഞ്ഞുങ്ങളും 1 വയസ്സാവുമ്പോഴേക്കും മരണപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ നമ്മള് പണ്ടൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പനും അമ്മയും പണ്ടും ജോലിക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പൊ ഇത് നേരെ ചൂണ്ടിക്കാട്ടുന്നത് ഡേ കെയറുകളുടെ എണ്ണം കൂടാനുള്ള കാരണം എന്താണ്? നമ്മുടെ കുടുംബങ്ങളുടെ ആ ഒരു ദൃഢത, ബന്ധം കുറയുന്നത് കൊണ്ടാണ് ഡേ കെയറുകളുടെ എണ്ണം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ആ ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു സംഭവം
കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ അണുകുടുംബങ്ങളുടെ കാര്യമൊക്കെ ജോയ്സും അഞ്ജലിയും പറയുകയുണ്ടായി. ഇതിനകത്ത് ഒരു ദൃഢത വേണമെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേറൊരു പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത്, ദൃഢതയുടെ പ്രശ്നമല്ലെന്നേ ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ ആർക്കും സമയമില്ല. ഒന്നാമതൊരു കാര്യം ഇതാണ്. എല്ലാവരും ജോലിക്ക് വന്നിട്ട് നേരം വെളുക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു 10-30 മണിക്കൂറായിട്ട് പകൽ ഈ ഒരു ദിവസം നീട്ടേണ്ടി വരുന്നതാണ്. അതാണ് പ്രശ്നം. ആർക്കും സമയമില്ല എന്നുള്ള വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടത്തോട് ഓട്ടമാണ്. എന്നിട്ട് എന്തെങ്കിലും നേടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവട്ടെ ഇല്ലാനും. തീർച്ചയായിട്ടും ഇത് ഈ സമയത്തിന്റെ പ്രശ്നം പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. സമയം മാത്രമല്ല വിലപ്പെട്ടത്, നമ്മുടെ കുടുംബവും കുട്ടികളും ഒക്കെ ഓക്കെ, അതെ വിലപ്പെട്ടതാണ്. അതെ തീർച്ചയായിട്ടും. ഈ സമയത്തിന് വില കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുടുംബം നഷ്ടപ്പെടും, കുട്ടികൾ നഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു ബാലൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് സമൂഹം പഠിക്കുന്നോ, എന്ന് ഓരോ മാതാപിതാക്കളും പഠിക്കുന്നോ, അന്ന് അവര് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഡേ കെയറിലൊക്കെ പിള്ളേരെ കൊണ്ടാക്കുന്ന അപ്പനും അമ്മയും ഓർക്കേണ്ട കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പിള്ളേർ വലുതാവും, ഇവർ നിങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. ആ കാര്യം ഒന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ. ഇനി അഞ്ജലിയിലേക്ക്, എന്താണ് അഞ്ജലി കഴിഞ്ഞ ആഴ്ച? ഒരുപക്ഷെ ഈ വാർത്ത ആദ്യം കേട്ടപ്പോ എല്ലാവരും ഞെട്ടലോടെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ എന്തുകൊണ്ട് എന്നായിരിക്കും ആദ്യം ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ജീവനക്കാരെ പിരിച്ചുവിട്ട വാർത്തയിലേക്കാണ്. ഇന്ത്യൻ വിദേശ കമ്പനിയായ കോറോ ഹെൽത്ത് ആണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലും കോഴിക്കോടും ആയിട്ട് 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. അപ്പൊ ഇതില് പ്രതിഷേധിച്ചുകൊണ്ട് ജീവനക്കാര് രംഗത്തെത്തിയിരുന്നു. അവസാനം ഉമാ തോമസ് MLA ഇടപെട്ടിട്ടാണ് ഇത് മരവിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ നമ്മള് എത്ര സ്ട്രെസ് ജോലിയിലുണ്ടെങ്കിലും രാവിലെ നമ്മള് വളരെ പോസിറ്റീവോട് കൂടിയായിരിക്കും ഓഫീസിലോട്ട് വരുന്നുണ്ടാവുക. കാരണം ഒരു പുതിയ ദിവസമാണ്, അത്രയും ഫ്രഷ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ആ ഓഫീസിലെത്തി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വരികയാണ്, നിങ്ങളെല്ലാവരും പിരിച്ചുവിടാണ്, ഇപ്പൊ തന്നെ ഓഫീസിൽ നിന്ന് പുറത്തു പോകണം എന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി പോകും. ആ ഒരു സാഹചര്യത്തിലാണ് ജീവനക്കാർ എന്തുകൊണ്ട് എന്നുള്ള ഇതില് പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നതും അവസാനം മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നതും. പക്ഷെ ഇപ്പൊ പിന്നെയും കമ്പനി പറയുന്നത് ഇത് ലേബർ കോഡ് പ്രകാരം ഈ ഒരു നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവാണ്, കൂട്ടപ്പിരിച്ചുവിടൽ എന്നതിൽ ഉറച്ചു തന്നെയാണ് കമ്പനി നിൽക്കുന്നത്. പക്ഷെ ഒരിക്കലും കേരളത്തിൽ ഈ ലേബർ കോഡ് നടപ്പാക്കിയിട്ടില്ല. ഈ കമ്പനിക്ക് കേരളത്തിൽ മാത്രമല്ല ബ്രാഞ്ചുകൾ ഉള്ളത്, ഹൈദരാബാദ്, നോയിഡ, കോയമ്പത്തൂർ, അങ്ങനെ ഇന്ത്യയിലുടനീളം പല സ്ഥലങ്ങളിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. പക്ഷെ എന്നിട്ടും കേരളത്തിലാണ് ഇവര് ഒരു പിരിച്ചുവിടൽ നടത്തിയിട്ടുള്ളത്. ഇത് കേവലം 800 പേരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഈ 800 പേരുടെ ജോലി പെട്ടെന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഈ മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗ് മേഖലയാണ്. ഈ മെഡിക്കൽ കോഡിംഗ് മേഖല എന്ന് പറയുന്നത് ഒരു 4 മാസത്തെ കോഴ്സ് കൊണ്ട് പൂർത്തിയാക്കി ജോലിക്ക് കയറുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ജോലി കിട്ടും എന്നുള്ളത് കൊണ്ട് ഒരുപാട് പേരാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇനി ഈ മേഖലയിലേക്ക് കടന്നു വരാനിരിക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. 800 പേരെ മാത്രമല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 800 പേരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്ക് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഒരു ഫ്രഷർ ആയിട്ട് നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഒരു 10-15 റിജക്ഷൻ വന്നതിന് ശേഷമായിരിക്കും നമുക്കൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേരെ എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും പേരെ പിരിച്ചുവിട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഇതിൽ വരുന്നത്. അത് മാത്രമല്ല അഞ്ജലി, ഇതിനകത്ത് വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 പേരുടെ ജോലിയാണ് പോയിരിക്കുന്നത്. ഇവര് ഈ നാളെ ഒരു സുപ്രഭാതത്തിൽ പുറത്തേക്ക് ജോലി അന്വേഷിച്ച് ഇറങ്ങുകയാണ്. 800 പേർക്ക് എവിടുന്ന് ജോലി കിട്ടും? കാരണം എല്ലാ സ്ഥലങ്ങളും ഫില്ല് ചെയ്തിരിക്കുകയാണ്. 800 പേരുടെ ഭാവി എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ തന്നെ പോകുന്നതാണ്. കാരണം 800 പേർക്ക് ജോലി കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന യുവാക്കൾക്കുള്ളിൽ വല്ലാത്ത രീതിയിലുള്ള നിരാശ, വല്ലാത്തൊരു അടിച്ചമർത്തലൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അവര് എങ്ങോട്ടാ പോവുക? റോജി, എനിക്ക് ശരിക്കും ഈ സത്യമായിട്ടും വിഷമിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. അവരുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, കഞ്ഞുപിടി മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെ കമ്പനി പിരിച്ചുവിട്ടിരിക്കുകയാണ്. രാവിലെ വന്നപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു, പൊക്കോളാനാ പറഞ്ഞത്. പക്ഷെ എനിക്കിത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വേറെ ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. അതായത് നമുക്കറിയാവുന്ന, ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു സംഭവമാണ്, എല്ലാ കമ്പനികളിലും HR ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു കാര്യമാണ്, ഈ കമ്പനി നമ്മളൊരു കുടുംബം പോലാണ്. ഇപ്പൊ അവരുടെ കുടുംബത്തെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് കുടുംബം കത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് കുടുംബമാണെന്നും നമ്മളെല്ലാവരും ഒന്നാണെന്നും നമ്മളൊരു ടീം സ്പിരിറ്റിൽ വർക്ക് ചെയ്യണം, ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. സാഹചര്യം അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ലാഭമോ അല്ലെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പോ നോക്കിയിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു യഥാർത്ഥ ചിത്രം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൂടുതലും 800ഓളം വരുന്ന യുവാക്കൾക്കിടയിലുണ്ടായ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്
കേരളത്തിലെ എല്ലാ യുവാക്കൾക്കും യുവജനങ്ങൾക്കും ഒക്കെ ഒരു പാഠമായിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ജോലിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പോൾ ഒരു ബൈക്ക് വാങ്ങാം അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാം, ചിലപ്പോൾ കല്യാണം കഴിച്ചേക്കാം, അതെ, ഇപ്പൊ എന്നൊക്കെ തന്നെ ഒരു ഇ ജോലി എം ഐ ഒക്കെ ഉള്ള എത്രയോ പേരുണ്ടാവും ആ കൂട്ടത്തില്. അതെ. അപ്പോൾ അവരുടെ എല്ലാം ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാനേജ്മെന്റ് ഓർക്കേണ്ടത് യുവാക്കളെ ഇങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഈ സ്ഥാപനങ്ങൾ നേരിടാൻ പോകേണ്ടത് വലിയ ഭവിഷ്യത്തുകളായിരിക്കും എന്നൊരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും അല്ലേ? അതായത് നമ്മളിപ്പം ഓക്കെ, നമ്മൾ രണ്ട് സൈഡും ചിന്തിക്കണമല്ലോ. അതെ. ഇപ്പോൾ ഈ സ്റ്റാഫിനെ പിരിച്ചുവിട്ടത് വഴി അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ സംസാരിച്ചു. ഓക്കെ, അവരുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കമ്പനി, ഇപ്പൊ എല്ലാ കമ്പനികളുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ കമ്പനി നഷ്ടത്തിൽ ഓടിയിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ്. ബാക്കിയുള്ളവരുടെ നിലനിൽപ്പിനെ കൂടെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു കമ്പനിക്ക് മറ്റെവിടെയെങ്കിലും ജോലി കണ്ടെത്താനുള്ള ഒരു സാവകാശം കൊടുക്കാമായിരുന്നു. അതായത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇറങ്ങിപ്പോണമെന്ന് പറയുന്നതിന് പകരം ഒരു മാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാവകാശം കൊടുക്കാമായിരുന്നു എന്നത് മാത്രമാണ് നമുക്കിവിടെ അല്ല, വേറെ കാര്യം പറയാനുള്ളത്. ഉണ്ടെന്ന്, ഇവർക്ക് ഹൈദരാബാദിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടെ ഇപ്പോഴും ആളുകളെ എടുത്തുകൊണ്ടിരിക്കുക, ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൊച്ചിയിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ജോലി ജീവനക്കാർ പറയുന്നത് അവർ ഹൈദരാബാദിലുള്ള ആ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കട്ടെ, അത്ര നഷ്ടത്തിലാണെങ്കിൽ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കല്ലേ ചെയ്യുക, ഇവരെ അങ്ങോട്ട് ഹെയർ ചെയ്താലും മതിയല്ലോ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും കമ്പനി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഒരു രക്ഷയില്ല. എന്താണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്ന പോലും ഇല്ല അല്ലേ അഞ്ജലി? അതെ, തീർച്ചയായിട്ടും. പിന്നെ ഈ കമ്പനിക്ക് ഈ ഫീൽഡിന് തന്നെ ഒരു റൂൾ ഉണ്ട്. അതായത് വേറൊരു പുതിയ പ്രൊജക്ട് കിട്ടിയില്ലെങ്കിൽ പിരിച്ചു വിടാം എന്നൊരു റൂൾ ഉണ്ട്. പക്ഷെ അത് നേരത്തെ പറയണം, നോട്ടീസ് പീരീഡ് കൊടുത്ത് നേരത്തെ പറയണമായിരുന്നു. അതാണ് ഇവർക്ക് പറ്റിയ തെറ്റ്. തീർച്ചയായിട്ടും ഇതുപോലെ പെട്ടെന്ന് ജോലി പോകുന്ന അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. വല്ലാതെ ഉള്ളുലഞ്ഞു പോകുന്ന, കരള് അലിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മനസ്സിൽ ചങ്കിൽ തട്ടിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഒരു ഉച്ച സമയത്തോടു കൂടി നമ്മളെല്ലാവരും കൂടി ഇരുന്നപ്പോൾ സ്ക്രോളിംഗ് പോയൊരു വാർത്തയാണ്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീ ലോഡ്ജിൽ പ്രസവിക്കുകയും ഗർഭിണിയായ സ്ത്രീയും അതുപോലെ തന്നെ കുഞ്ഞും മരിച്ചു പോവുകയും ചെയ്ത ഒരു സാഹചര്യം. തൃശ്ശൂർ നമുക്കറിയാവുന്ന ഒരു സ്ഥലമാണ്. അത് റൗണ്ടൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന, ഇതിലെ പോയി കഴിഞ്ഞാൽ റൗണ്ടിലേക്ക് എത്തുന്ന ആശുപത്രിയൊക്കെ ആയിട്ട് നല്ല ആക്സസ് ഉള്ള ഒരു നഗരം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഒരു ലോഡ്ജിലാണ് ഗർഭിണിയായ ഒരു 28 വയസ്സുകാരി ഒരു ഓട്ടോ ഡ്രൈവറും കൂടി വന്ന് ലോഡ്ജ് എടുക്കുകയും അവിടെ നിന്ന് ആ യുവതി പ്രസവിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു തോന്നുന്നു. അതിനുശേഷം ഈ ഓട്ടോ ഡ്രൈവറെ പോലീസ് വിളിച്ചു വരുത്തുകയും ഡോറിന് മുട്ടി വിളിക്കുകയും ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഡോറൊന്നും തുറക്കുന്നില്ല. ഈ സമയത്താണ് ഡോറ് തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ അമ്മയും കുഞ്ഞും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പൊക്കിൾക്കൊടി വേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോര വാർന്നുള്ള വല്ലാത്തൊരു മരണമായിരുന്നു എന്നുള്ളത് എല്ലാവരെയും പോലെ എന്നെയും ഞെട്ടിച്ച് കളഞ്ഞ ഒന്ന് തന്നെയാണ്. ഇത്രയും ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലോഡ്ജിൽ പ്രസവിക്കേണ്ടി വന്നു യുവതിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല കഥകളും പറയാനുണ്ടാകും. പക്ഷേ ഇതെന്തായാലും നൊമ്പരപ്പെടുത്തുന്ന ഒന്ന് തന്നെയായി മാറിയിരിക്കുകയാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെ ജനിച്ച ഒരു കുഞ്ഞായിരിക്കാം അത്. ആ കുഞ്ഞിന് ഒരു പ്രതീക്ഷകളും ഇല്ലാതെ, ഒന്നും അറിയാതെ ഒരു ലോഡ്ജ് മുറിയുടെ 4 മതിലുകൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ ജനിച്ച ഉടനെ മരിച്ചു പോകേണ്ട ഒരവസ്ഥ, അത് മനുഷ്യൻ വരുത്തി വെച്ച ഒരു ദുരന്തമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. റോജി, ഇതിലിപ്പോ നമുക്കിപ്പോ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ശരിക്കും. അതായത് ഓരോരുത്തരെ ഓരോ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് അവരുടെ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഈ മരണപ്പെട്ട യുവതിയും ആ ഓട്ടോ ഡ്രൈവറും ഒക്കെ അവരുടെ സാഹചര്യം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ മിസ്റ്റേക്ക് ആണ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഏത് പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള സൊല്യൂഷനും കൂടെ ഉണ്ട് എന്ന് കൂടി നമ്മൾ ഓർക്കണം. അതായത് ഇപ്പോൾ ഓക്കെ, ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബന്ധത്തിന്റെ പുറത്താണ് ഇതുപോലെ സംഭവിച്ചതെങ്കിലോ, അല്ലെങ്കിൽ ഇവർക്ക് പുറത്ത് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ എന്ത് സാഹചര്യമാണെങ്കിലും അത് പുറം ലോകം അറിയാതെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. പോലീസായാലും ശരി, അധികൃതരായാലും ശരി, അതുപോലെ സന്നദ്ധ സംഘടനകളായാലും ശരി. നമുക്കിപ്പോൾ സഭയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടും ആശുപത്രികൾ, ഇപ്പോൾ റോജി പറഞ്ഞതുപോലെ ആശുപത്രികളാൽ ചുറ്റപ്പെട്ട ഒരു നഗരത്തിൽ ഇത് സംഭവിച്ചത് വളരെ വേദനാജനകം തന്നെയാണ്. സൗകര്യങ്ങൾ മനുഷ്യനത് ഉപയോഗിക്കാൻ ഭയപ്പെടുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇതിപ്പോൾ. പലപ്പോഴും എന്താ സംഭവിച്ചെന്ന്, നിരവധി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ചില സാഹചര്യങ്ങൾ, ജോയ്സ് പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നറിയാതെ പെട്ടെന്ന് പകച്ചു പോകുന്ന ഒരു തലമുറ കൂടി ഇപ്പോൾ വളർന്നു വരുന്നു. തീർച്ചയായിട്ടും. അതിന് ഉള്ള പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ തിരിച്ച് അവരുടേതായിട്ടുള്ള ന്യായങ്ങളായിരിക്കും അതിന് പറയുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ കൂടുന്നതിനുള്ള കാരണം.
ഇപ്പൊ ഈ ഒരു വിഷയമാണെങ്കിൽ തന്നെ ഇതിപ്പോ പല കഥകൾ ഇറങ്ങുന്നുണ്ട്. അതായത് അതിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് പുറത്ത് ആർക്കും അറിയത്തുണ്ടാവില്ല. പക്ഷെ 100 കഥകൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് ഇറങ്ങും. അത് തന്നെയായിരുന്നു അവര് ഭയപ്പെട്ടിരുന്നത്. അതെ. മനസ്സിലായോ? അത് മരണത്തിന് മുൻപ് അവർ ഭയപ്പെട്ടിരുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തെ ഞങ്ങൾ എങ്ങനെ നോക്കുമെന്നുള്ളതല്ല, സമൂഹം എങ്ങനെ നമ്മളെ നോക്കുമെന്നുള്ളതാണ് വല്ലാതെ പേടിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാകും. ചെറിയ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ഒരു പരാധീനത വന്നു കഴിയുമ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കാറാണുള്ളത്. പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആ പ്രതിസന്ധി മറികടന്നുകൊണ്ട് ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കണം. ഒരു സംഭവ കഥ പറയാം. നിങ്ങളൊരു ലക്ഷ്യം കണ്ട്, ഒരു സ്വപ്നം കണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞത് സാക്ഷാൽ പൗലോ കൊയ്ലിയാണ്. ഒരു ദിവസം പൗലോ കൊയ്ലിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരു യാത്ര നടത്തി. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേക്കാണ് അവർ യാത്ര നടത്തിയത്. അപ്പോൾ അടുക്കള ഒന്ന് പൊളിച്ച് പണിയണമായിരുന്നു. ഭാര്യ നല്ല രീതിയിലുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തോട് ആ അടുക്കള പുതുക്കി പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവരുടെ യാത്ര തുടർന്നു മനോഹരമായ സ്ഥലങ്ങളിലൂടെയൊക്കെയുള്ള യാത്രയായിരുന്നു. ഒരു ദിവസം പൗലോ കൊയ്ലോയുടെ സെക്രട്ടറി ഒരു കുറിപ്പ് കൊണ്ട് കൊടുത്തു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്, വളരെ നല്ലതാണ് പ്ലാൻ, ഇത് താങ്കളുടെ ഭാര്യയുടെ പ്ലാൻ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇത് അതേപോലെ ചെയ്യാൻ കഴിയില്ല, കാരണം ഒരു ചില്ലിഷ്ടികയുടെ കുറവുണ്ട്. അതുകൊണ്ട് ഈ പ്ലാൻ ഞാൻ ആകെ ഒന്ന് മാറ്റുകയാണ്. മറ്റൊരു പ്ലാനിൽ ഈ വീടിൻ്റെ അടുക്കള ഞാൻ പുതുക്കി പണിയാമെന്ന്. പൗലോ കൊയ്ലോ ഇരുന്ന് ആലോചിച്ചു. എൻ്റെ ഭാര്യ എത്ര താല്പര്യത്തോടു കൂടി സൃഷ്ടിച്ചെടുത്ത ഒരു പ്ലാനാണിത്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പ്രകാശം ഈ അടുക്കളയിലേക്ക് കടന്നു വരും, നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഇതൊന്നും ഈ കോൺട്രാക്ടർക്ക് മനസ്സിലായില്ല. തൻ്റെ ഭാര്യ എന്ത് പ്ലാനാണോ ചെയ്തത് അത് തന്നെ നടക്കണം. അതിന് ഒരു ചില്ലിഷ്ടികയുടെ കുറവ് മാത്രമാണുള്ളത്. ഈ കുറവ് കൊണ്ട് ഞാൻ എന്തിന് തൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കണമെന്ന്. എന്നിട്ട് പൗലോ കൊയ്ലോ ആ പേപ്പറിൽ ഇങ്ങനെ കുറിച്ചു: താങ്കൾ ഒരു ചില്ലിഷ്ടിക കൂടി വാങ്ങുക, അതിൻ്റെ പണം ഞാൻ തരാം. ഇപ്പോൾ എന്താണോ പ്ലാൻ ഉള്ളത് ആ പ്ലാൻ പോലെ തന്നെ അത് നിർമ്മിക്കുകയും ചെയ്യുക എന്ന്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്, ചെറിയൊരു ചില്ലിഷ്ടികയുടെ കാര്യത്തിൽ നമ്മളുടെ പ്ലാനുകളെല്ലാം വലിച്ചെറിയും, നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം കൊണ്ടുപോയി കളയും. അങ്ങനെയാകരുത്. എന്താണോ കുറവുള്ളത് അത് നേടിയെടുത്തതിന് ശേഷം നമ്മളുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ സ്വപ്നങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.